ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണയുടെ ഒരു വധമാണ് ഇന്നലെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തിയത്. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ബാഴ്സയെ അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾ നേടിക്കൊണ്ട് അത്ലറ്റിക്കോ വിജയം ഉറപ്പാക്കിയിരുന്നു. കോപ്പ ഡെൽറയുടെ ആദ്യപാദ സെമി ഫൈനൽ മത്സരമാണ് ഇന്നലെ നടന്നത്. മികച്ച പ്രകടനവും അതുവഴിയുള്ള ഒരു വിജയവുമാണ് അത്ലറ്റിക്കോ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ എറിക് ഗാർഷ്യ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു. എറിക് ഗാർഷ്യ മാത്രമല്ല അതിനുത്തരവാദി ഗോൾ കീപ്പറായ ജോൻ ഗാർഷ്യ കൂടിയാണ്. ഒരു മൈനസ് പാസ് വരുന്നു, എന്നാൽ ജോൻ ഗാർഷ്യക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, അതങ്ങനെ ഗോളായി മാറുന്നു. അങ്ങനെ മത്സരത്തിന്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ ഒരു സെൽഫ് ഗോൾ FC ബാഴ്സലോണ വഴങ്ങി. പിന്നീട് 14ാമത്തെ മിനിറ്റിൽ ഗ്രീസ്മാന്റെ ഗോൾ പിറന്നു. നൊഹേൽ മൊളീനയുടെ അസിസ്റ്റിൽ നിന്നാണ് ഗ്രീസ്മാന്റെ ഗോൾ പിറന്നത്. പിന്നീട് 33ാമത്തെ മിനിറ്റിലാണ് ലുക്മാന്റെ ഗോൾ പിറന്നത്. അതിന് അസിസ്റ്റ് നൽകിയത് ഹൂലിയൻ ആൽവറസ് ആണ്. ഇനി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ ഹൂലിയൻ ആൽവറസും ഗോൾ കണ്ടെത്തുകയായിരുന്നു. കിഡിലൻ ഗോളായിരുന്നു. ലുക്മാന്റെ അസിസ്റ്റിൽ നിന്ന് ഒരു തകർപ്പൻ ഷോട്ടിലൂടെയാണ് ഹൂലിയൻ ആൽവറസ് ഗോളാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെ ആദ്യ പകുതിയിൽ തന്നെ 4 ഗോളുകൾ നേടിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് കൂടുതൽ ഡിഫൻസിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അത്ലറ്റിക്കോ കളിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ എതിരില്ലാത്ത 4 ഗോളുകളുടെ ഒരു വിജയം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. കൂടാതെ എറിക് ഗാർഷ്യ മത്സരത്തിന്റെ 85ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു. അതും അവർക്ക് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഏതായാലും FC ബാഴ്സലോണയ്ക്ക് ഈ മത്സരത്തിൽ തിരിച്ചടിയായത് എന്താണ്? 4 കാര്യങ്ങളാണ് ബാഴ്സ യൂണിവേഴ്സൽ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട താരങ്ങളുടെ പരിക്കുകൾ അത് ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി. അതായത് ഈ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ കളിച്ചിരുന്നില്ല. അത് FC ബാഴ്സലോണയ്ക്ക് തിരിച്ചടി ഏൽപ്പിച്ചു എന്നാണ് ഇവരുടെ നിരീക്ഷണം. കൂടാതെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതായത് മത്സരത്തിൽ ശ്രദ്ധയുടെ അഭാവം ഉണ്ടായിരുന്നു, വലിയ ശ്രദ്ധയൊന്നും താരങ്ങൾക്കില്ലായിരുന്നു എന്നുള്ളത് കൂടി ഇവർ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസിൽ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ തിരിച്ചടിയായി, പ്രത്യേകിച്ച് എറിക് ഗാർഷ്യയുടെ മിസ്റ്റേക്കുകളൊക്കെ FC ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാരണം, അത്ലറ്റിക്കോ മാഡ്രിഡ് വളരെയധികം ക്ലിനിക്കലായിരുന്നു. അതായത് കിട്ടിയ അവസരങ്ങളൊക്കെ മുതലെടുക്കാൻ അത്ലറ്റിക്കോക്ക് കഴിഞ്ഞു. എന്നാൽ ബാഴ്സയാവട്ടെ കിട്ടിയ അവസരങ്ങളെല്ലാം തുലച്ച് കളയുകയും ചെയ്തു എന്നാണ് ബാഴ്സ യൂണിവേഴ്സലിന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ റഫറിയെ ഇവർ പഴിചാരുന്നുണ്ട്. റഫറി വളരെ മോശമായിരുന്നു. അതായത് ബാഴ്സക്ക് അർഹിച്ച ഒരു ഗോൾ അത് റഫറി നിഷേധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു റെഡ് കാർഡ് നൽകേണ്ടതുണ്ടായിരുന്നു, അത് അത്ലറ്റിക്കോ മാഡ്രിഡിന് നൽകിയില്ല എന്നൊക്കെയാണ് ബാഴ്സ യൂണിവേഴ്സൽ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ബാഴ്സയുടെ പരാജയത്തിനുള്ള ഒരു കാരണമായിക്കൊണ്ട് ഇവർ വിലയിരുത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.